എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ നറൂട്ടോയാണ് കാണിക്കുക. നറൂട്ടോ അവന്റെ വീട്ടില് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഇപ്പൊ നറൂട്ടോയുടെ കൂടെ അവന്റെ അമ്മയുണ്ട്. അമ്മയാണെങ്കിൽ അവൻ ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി നറൂട്ടോയ്ക്ക് കൊടുക്കാനായി തയ്യാറെടുക്കും. പക്ഷെ നറൂട്ടോ ആണെങ്കിൽ അതൊന്നും കഴിക്കാതെ ഉഷാറായി പുറത്തേക്ക് ഓടും. അമ്മ ഫുൾ കലിപ്പില് നറൂട്ടോയുടെ പേര് വിളിച്ച് അങ്ങനെ അലറും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ടെൻടൻ അവൾ ഞെട്ടി ഉണർന്ന് ചുറ്റും നോക്കും. സമയം ഒരുപാടായിട്ടും ഇന്ന് ലീയും അവന്റെ ഫ്രണ്ട്സും ഒന്നും അവൾ ട്രെയിനിങ്ങിന് വിളിച്ചിട്ടില്ല. സോ ഒരു പക്ഷേ അവർ മടുത്തു പോയിട്ടുണ്ടാവുന്ന കരുതി അവൾ സമാധാനത്തോടുകൂടെ ബെഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. ടെൻടൻ പുതിയ ഉടുപ്പൊക്കെ ഇട്ട് റെഡിയായി ഇപ്പൊ കുറേണ സെൻസായിയുടെ അടുത്തേക്ക് വരും. എന്നിട്ട് അവരോട് ചോദിക്കും, സെൻസായി നിങ്ങൾക്ക് ഗെൻജിപ്സുവിനെ കുറിച്ച് എന്തെങ്കിലും അറിയോ? അത് അൺഡു ചെയ്യാനോ ബ്രേക്ക് ചെയ്യാനോ ഉള്ള എന്തെങ്കിലും ഒരു പോംവഴി എനിക്ക് പറഞ്ഞു തരോ? അത് കേട്ട് കുറേണ സെൻസായി ആള് ഷോക്കായിട്ട് പറയും, നീ ഇത്ര ചെറുപ്പത്തിലെ ഗെൻജിപ്സുവിനെ കുറിച്ചൊക്കെ റിസർച്ച് ചെയ്യാൻ തുടങ്ങിയോ? ആക്ച്വലി എനിക്കും ഗെൻജിപ്സുവിനെ കുറിച്ച് ഒന്നും അറിയില്ല. പക്ഷെ ചില ഡാറ്റാസ് ഒക്കെ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നീ അകത്തേക്ക് വരികയാണെങ്കിൽ ഞാനത് എടുത്തു തരാമെന്ന് പറഞ്ഞ് കുറേണ സെൻസായി അവളെയും കൂട്ടി വീടിന്റെ അകത്തേക്ക് പോവും. ടെൻടൻ ആണെങ്കിൽ ആ റിസോർട്സ് ഒക്കെ കണ്ട് അങ്ങനെ ഷോക്കാവും. ടെൻടന് കുറേണ സെൻസായോട് പറയും, പ്ലീസ് എങ്ങനെയെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യേ, എനിക്ക് വലിയൊരു ഗെൻജിപ്സു അത് ബ്രേക്ക് ചെയ്യണം. അതിന് കുറേണ പറയും, ആക്ച്വലി എനിക്കും ഗെൻജിപ്സുവിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല. ഞാൻ ഇതുവരെ അത് ട്രൈ പോലും ചെയ്തിട്ടില്ല. നല്ല സ്കിൽഫുൾ ആയവർക്കും അറിവുള്ളവർക്കും മാത്രമേ അതിനെക്കുറിച്ച് അറിയൂ. സോ നീ അങ്ങനെ ആരോടെങ്കിലും ചോദിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അവൾ വീണ്ടും ഒരുപാട് നിരാശയായി അങ്ങനെ പുറത്തേക്ക് വരും. അതിനുശേഷം കാര്യമായിട്ട് ആലോചിച്ച് പഴയൊരു കടയിൽ പോയിരുന്ന് ചായയൊക്കെ കുടിക്കും. അപ്പോഴായിരിക്കും മുൻപ് പാർക്കിൽ വെച്ച് കണ്ട ആ ഒരാൾ അവനിപ്പോ അവളുടെ അടുത്തേക്ക് വരിക. അവൻ ടെൻടനോട് ചോദിക്കും, എന്തു പറ്റി? നിങ്ങൾ പാർക്കിൽ വെച്ച് ഫൈറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടല്ലോ. അതിനവള് പറയും, അയ്യോ ഇല്ല, ഞാൻ ആക്ച്വലി ഗെൻജിപ്സുവിനെ കുറിച്ച് പഠിക്കുകയായിരുന്നു. അതെന്റെ ഫ്രണ്ട്സുമായിട്ട് അവിടെ വെച്ച് ഡിസ്കസ് ചെയ്തതാണ്. ഉടനെ ആള് കാര്യമായിട്ട് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പറയും, ഈ ഗെൻജിപ്സുവിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഹയർ റാങ്കിലുള്ള ഷിനോബികള് അവർ ചെയ്യുന്നതല്ലേ ഗെൻജിപ്സു. ആക്ച്വലി അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കും അറിയാം. ഇത് ആക്ച്വലി ഹിഡൻ റെയിൻ വില്ലേജിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് മാപ്പാണ്. നിങ്ങൾ അവിടേക്ക് പോവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ അവിടുന്ന് കിട്ടും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ടെൻടൻ അവൾ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. അതുപോലെ തന്നെ അവളുടെ പേടിയും കൂടി വരും. ഹിഡൻ ലീഫ് വില്ലേജിൽ നിന്ന് ഞാൻ എങ്ങനെ ഹിഡൻ റെയിൻ വില്ലേജിലേക്ക് പോകും? ഇൻ കേസ് അവിടെയുള്ള ആരെങ്കിലും എന്നെ തിരിച്ചറിയാണെങ്കിൽ ഉറപ്പായിട്ടും എന്നെ കൊന്നുകളയും. അവളൊരു ഉറച്ച തീരുമാനം എടുക്കും. എന്റെ മുൻപിൽ മറ്റൊരു വഴിയുമില്ല, എങ്ങനെയെങ്കിലും എനിക്ക് ഗെൻജിപ്സു അത് ബ്രേക്ക് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് അവള് ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇപ്പൊ പതിയെ വീട് വിട്ട് പുറത്തേക്ക് പോകും. ലീഫ് വില്ലേജിലെ സെക്യൂരിറ്റീസിന്റെ കണ്ണൊക്കെ വെട്ടിച്ച് അവളിപ്പോ വില്ലേജിന്റെ പുറത്ത് കടക്കും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. ലീഫ് വില്ലേജിലെ സെക്യൂരിറ്റീസ് അവര് കറക്റ്റ് ആയിട്ട് അവളെ നോട്ട് ചെയ്ത് അങ്ങനെ ലോക്ക് ചെയ്യും. അവളോട് ചോദിക്കും, നീ ഇപ്പൊ എവിടേക്ക് പോകുന്നു? അതിനവള് പറയും, എനിക്ക് അത്യാവശ്യമായിട്ട് ഗ്രാമത്തിന് പുറത്തേക്ക് പോകണം. പക്ഷെ അടുത്ത സെക്കൻഡ് അവരവളെ ലോക്ക് ചെയ്ത് അവിടുന്ന് ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകും. അവരവളെ മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയി ഇപ്പൊ കാര്യമായിട്ട് ചെക്ക് ചെയ്യും. അപ്പൊ അവളുടെ ബാഗിൽ നിന്ന് അവൾ സൂക്ഷിച്ചു വെച്ച ആ ഒരു സ്ക്രോള് അതിപ്പോ അവർക്ക് കിട്ടും. ഉടനെ അവള് പറയും, ദയവ് ചെയ്ത് ആ സ്ക്രോൾ എടുക്കരുത്. ആക്ച്വലി ഹിഡൻ റെയിൻ വില്ലേജുകാര് അവരെപ്പോഴാണ് നമ്മളെ അറ്റാക്ക് ചെയ്യുക എന്ന് ഇൻവെസ്റ്റിഗേഷൻ നടത്താനാണ് ഞാൻ അവിടേക്ക് പോകാൻ തയ്യാറായത്. അതിനാവശ്യമായിട്ടുള്ള വെറും ടൂൾസ് മാത്രമാണ് ആ സ്ക്രോള്. അവരാ സ്ക്രോള് അത് ഓപ്പൺ ചെയ്ത് നോക്കും. അതിൽ ഹിഡൻ റെയിൻ വില്ലേജിലേക്കുള്ള വഴിയായിരിക്കും കാണുക. ഉടനെ സെക്യൂരിറ്റീസ് അവൾ അറസ്റ്റ് ചെയ്ത് ഇപ്പൊ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകും. അവര് പറയും, ഇവൾ ശരിക്കും ലീഫ് വില്ലേജിനെ ഒറ്റിക്കൊടുക്കാൻ ശ്രമിച്ചവളാണ്. സോ ഒരു കാരണവശാലും ഇവളെ പുറത്തുവിടാൻ പാടില്ല. അപ്പോഴായിരിക്കും ടെൻടൻ അവൾക്ക് ആ മാപ്പ് കൊടുത്ത ആളെക്കുറിച്ച് ആലോചിക്കുക. ഒരുപക്ഷെ അവനായിരിക്കോ എന്നെ ഈ കെണിയിൽ പെടുത്തിയത് എന്നവൾ ആലോചിക്കാൻ തുടങ്ങും. അവൾ ഉറപ്പിക്കും, അവൻ തന്നെയാണ് എന്നെ ചീറ്റ് ചെയ്തത്. അവൾ അങ്ങനെ മുൻപോട്ട് നടക്കുമ്പോൾ സാക്കുറ, സാസുക, നറൂട്ടോ എന്നിങ്ങനെ എല്ലാവരും അവളെ നോക്കി നിൽക്കുകയാണ്. ടെൻടൻ ആണെങ്കിൽ അവരോട് സത്യം തുറന്നു പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ സെക്യൂരിറ്റീസ് അതിന് സമ്മതിക്കില്ല. ഹിനട്ടെ ആണെങ്കിൽ ഫുൾ കലിപ്പില് അവളെ നോക്കി ദേഷ്യപ്പെടും. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ സ്വന്തം വില്ലേജിനെ തന്നെ നീ ഒറ്റിക്കൊടുക്കും. കട്ട് ചെയ്ത ടെൻടനെ അവളെ ജയിലിൽ അടച്ചു. ഒരുപാട് വിഷമത്തില് അവൾ ആ സെല്ലില് തല താഴ്ത്തിയിരിക്കുകയാണ്. ടെൻടൻ പറയും, ഇവിടെയുള്ള ആരെയും ഞാൻ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെന്റെ റിയൽ ഫ്രണ്ട്സ് അല്ല. എന്റെ റിയൽ ഫ്രണ്ട്സ് അവർ മറ്റെവിടെയോ ആണ്. എനിക്ക് എങ്ങനെയെങ്കിലും അവരുടെ അടുത്തേക്ക് എത്തണം എന്നവള് സ്ട്രോങ് ആയിട്ട് തീരുമാനിക്കുമ്പോഴായിരിക്കും ആരോ
അവളെ പുറകിൽ നിന്ന് വിളിക്കുന്നതായിട്ട് ഒരു ശബ്ദം അവൾ കേൾക്കുക. അവൾ ഉടനെ ഇപ്പൊ പുറകിലേക്ക് തിരിഞ്ഞു നോക്കും. അവൾ ജനലിലൂടെ ഇപ്പൊ താഴേക്ക് നോക്കും. അപ്പൊ തൊട്ട് താഴെ നെജിയും ലീയും. അവർ രണ്ടുപേരും അവളോട് പറയും, എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങളുടെ കോൺഫറൻസിനെ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. നീ എന്തൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഒഴിവാക്കിയാലും ഹേർട്ട് ചെയ്താലും നീ എപ്പോഴും ഞങ്ങളുടെ ടീം തന്നെയാണ്. അത് കേട്ട് ടെൻടന് അവൾക്കിപ്പോ ഒരുപാട് വിഷമാവും. അവര് പറയും, നമ്മൾ ഇത്രയും കാലം ഒന്നായിരുന്നു. മിഷന് പോയതും പഠിച്ചതും വളർന്നതും കളിച്ചതും അങ്ങനെ എല്ലാ കാര്യത്തിനും നമ്മൾ ഒറ്റക്കെട്ടായിരുന്നു. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. അത് കേട്ട് ടെൻടന് ഒരുപാട് സന്തോഷമായി. അവൾ ചിരിക്കും. അവളും ഇപ്പോ പതിയെ പാതിരയുടെ ഇൻഫിനിറ്റി സുക്കിനോമി ലോകത്തിലേക്ക് അങ്ങനെ അലിഞ്ഞു ചേരാണ്. അവളിപ്പോ അവരോട് പറയും, യഥാർത്ഥ കൾപ്രേറ്റ് അതാ ഗ്രാമത്തിലുള്ള ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ്. അവനെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. അവൻ എങ്ങനെയെങ്കിലും പിടിച്ചാൽ മാത്രമേ എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയൂ. അത് കേൾക്കേണ്ട താമസം നമ്മുടെ ചെക്കന്മാര്. അവർ രണ്ടുപേരും അവനെ പിടിക്കാനായി ഉഷാറായിട്ട് അവിടുന്ന് കടന്നു പോവും. ഇവിടെ ടെൻടൻ അവള് കാര്യമായിട്ട് എന്തൊക്കെയോ ആലോചിച്ച് ഇപ്പൊ ആ സെല്ലിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തും. അപ്പോഴായിരിക്കും വലിയൊരു പൊട്ടിത്തെറിയുടെ ശബ്ദം അവള് കേൾക്കുക. അവള് ഷോക്കായി ഇപ്പൊ തിരിഞ്ഞു നോക്കും. അപ്പൊ അവള് കാണും ഹിഡൻ റെയിൻ വില്ലേജിലെ ഷിനോബികള് അവരിപ്പോ ലീഫ് വില്ലേജിലേക്ക് വന്ന് ലീഫ് വില്ലേജ് മുഴുവനായിട്ടും തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഹിനട്ടയും നമ്മുടെ ആൾക്കാരും എല്ലാവരും ചേർന്ന് അവരുമായിട്ട് ഫൈറ്റ് ഇട്ടുകൊണ്ടേയിരിക്കും. അവരാണെങ്കിൽ വീണ്ടും വീണ്ടും സമർ ജിപ്സും ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അവരുടെ ഒരുപാട് ഷിനോബികളെ അവിടേക്ക് കൊണ്ടുവരും. കട്ട് ചെയ്ത ഇവിടെ നറൂട്ടോ അവൻ ആ കൾപ്രേറ്റിനെ അങ്ങനെ തല്ലി തൂക്കിയെടുത്ത് ടെൻടന്റെ അടുത്തേക്ക് വരും. അവൻ പറയും, തുടക്കം മുതൽ ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നീ എന്തോ ഒരു കാര്യത്തില് ഡിസ്റ്റർബ്ഡ് ആണ്. എന്തോ ഒരു കാര്യം നീ റിസർച്ച് ചെയ്യുന്നുണ്ട്. അത് മനസ്സിലാക്കിയാണ് ഞാൻ നിന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. സോ ഈ ഒരു കൾപ്രേറ്റിനെ അവനെ ഞാൻ ഓൾറെഡി പോയിന്റ് ചെയ്തിരുന്നു. അവൻ നിന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയ ആ ഒരു സ്ക്രോളും എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞ് ആ സ്ക്രോള് അവനിപ്പോ ടെൻടന്റെ കയ്യിൽ കൊടുക്കും. ആക്ച്വലി ഇവൻ ഒറ്റ ഒരുത്തൻ കാരണമാണ് ഇപ്പൊ ഇതൊക്കെ നടക്കുന്നത്. ഹിഡൻ റെയിൻ വില്ലേജിലെ ഷിനോബികളെ എല്ലാവരെയും ഇവിടേക്ക് സമരം ചെയ്ത് കൊണ്ടുവന്നത് അതിവനാണ്. നിന്റെ റിസർച്ച് അത് ഞാൻ ഡിസ്റ്റർബ് ചെയ്യില്ല. അതെന്താണെങ്കിലും ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയട്ടെ എന്ന് പറഞ്ഞ് കുട്ടപ്പൻ അവനിപ്പോ പുറത്തേക്ക് നടന്നു പോകും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത റോക്ലി അവനിപ്പോ നറൂട്ടോയും ബാക്കിയുള്ള ആൾക്കാരെ എല്ലാവരെയും ഹെഡ്ഫോൺ ഒക്കെ വെച്ച് അങ്ങനെ കോണ്ടാക്ട് ചെയ്യാണ്. കാരണം ലീഫ് വില്ലേജില് ആൻസോ ദ സാലമൻഡർ എത്തിക്കഴിഞ്ഞു. അവനെ തകർക്കാൻ നമുക്ക് എല്ലാവരുടെയും ഹെൽപ്പ് ആവശ്യമാണ്. സാലമണ്ടർ ആണെങ്കിൽ ഇപ്പൊ ലീഫ് വില്ലേജ് തല്ലി തല്ലി തകർക്കാണ്. അത് കണ്ട് ചോച്ചി അവനതിന്റെ പിന്നാലെ പോയി അതിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കും. പക്ഷെ സാലമണ്ടർ ആണെങ്കിൽ ഇപ്പൊ ചോച്ചിയുടെ ബോഡിയിൽ ഫയർ വെച്ച് അറ്റാക്ക് ചെയ്യും. കറക്റ്റ് സമയത്ത് ടെൻടൻ അവള് ചാടി വീണ് ഇപ്പൊ ചോച്ചിയെ രക്ഷിച്ച് താഴേക്ക് കൊണ്ടുവരും. ടെൻടൻ പറയും, ഇപ്പൊ ഞാൻ ചെയ്യേണ്ടത് ഇതാണ്. നിങ്ങൾക്കിപ്പോ എന്റെ സഹായം അത് അത്യാവശ്യമാണ്. നറൂട്ടോ പറയും, ഇതിന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം. അടുത്ത സെക്കൻഡ് നറൂട്ടോ അവനിപ്പോ 9 ടൈൽ പവറിലേക്ക് അങ്ങനെ ട്രാൻസ്ഫർ ആവും. അതിനുശേഷം ആ സാലമണ്ടറിന്റെ നേർക്ക് എടുത്തു ചാടി അതിനെ കടിച്ചു പറിക്കും. ഇനട്ടയ്ക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര ആവേശാവും. കമോൺ നറൂട്ടോ, നിന്നെ കൊണ്ടാവും. നീയാണ് നമ്മുടെ ഗ്രാമത്തിന്റെ ഹീറോ. അപ്പൊ അതേസമയം ആ വില്ലൻ അവൻ വീണ്ടും സമറിൻ ജിപ്സ് ഉപയോഗിച്ച് ഒരു സാലമണ്ടറിനെ കൂടെ ക്രിയേറ്റ് ചെയ്യും. അത് കണ്ട് എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുമ്പോ ടെൻടൻ ഇതിന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് രണ്ടാമത്തെ സാലമണ്ടറിന്റെ നേർക്ക് അവളിപ്പോ അങ്ങനെ സ്ട്രോങ് ആയിട്ട് നടന്നെടുക്കും. ടെൻടൻ ആണെങ്കിൽ സെക്കൻഡ് വെച്ച് ലെജൻഡറി ടൂൾസ് അതുപയോഗിച്ച് അതിനെ സീൽ ചെയ്യും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ലീഫ് വില്ലേജിൽ പരിക്ക് പറ്റിയ എല്ലാവരെയും മെഡിക്കൽ ടീംസ് ആണെങ്കിൽ ഹീൽ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ ഒരു വലിയ യുദ്ധത്തില് ഇപ്പൊ ലീഫ് വില്ലേജ് ജയിച്ചു. ടെൻടനെയും നറൂട്ടോയെയും അവർ രണ്ടുപേരെയും എല്ലാവരും ചേർന്ന് അഭിനന്ദിക്കും. അങ്ങനെ ടെൻടൻ അവളിപ്പോ അതൊക്കെ ആസ്വദിച്ച് പതിയെ ആ ഒരു ഇൻഫിനിറ്റി സുക്കിനോമിയില് മുഴുവനായിട്ടും അകപ്പെടുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.